السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين. اللهم صل على محمد وعلى آل محمد. റമദാനിലെ പ്രാർത്ഥനാ പഠനത്തിൽ നമ്മൾ ഇതുവരെ പഠിച്ച പ്രാർത്ഥനകൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നടത്തിയ പ്രാർത്ഥനകളായിരുന്നെങ്കിൽ ഇന്ന് നമ്മൾ പഠിക്കുന്നത് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ ശ്രദ്ധേയമായ ഒരു പ്രാർത്ഥനയാണ്. പരിശുദ്ധ ഖുർആനിൽ സൂറത്തു ഇബ്രാഹിമിൽ 40-ാമത്തെ ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ ഒരു ദുആ കോട്ട് ചെയ്യുന്നുണ്ട്. ഖുർആനിൽ ഒരുപാട് ദുആകളുണ്ട്. 50-ലധികം ദുആകൾ പരിശുദ്ധ ഖുർആനിലുണ്ട്. അതിലൊരുപാട് ദുആകൾ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമ നടത്തിയ ദുആകളായിട്ടാണ് ഖുർആനിൽ വന്നിട്ടുള്ളത്. അതിലേറ്റവും പ്രധാനപ്പെട്ട, നമ്മളൊക്കെ അനിവാര്യമായും പഠിച്ചിരിക്കേണ്ട, റബ്ബിനോട് തേടിയിരിക്കേണ്ട ഒരു സംഗതിയാണ് ഈ പ്രാർത്ഥനയിൽ ഉള്ളത്. പ്രാർത്ഥന ഇങ്ങനെയാണ്: റബ്ബി ജഅൽനി മുഖീമസ്സലാത്തി വമിൻ ദുർരിയ്യതി റബ്ബനാ വതഖബ്ബൽ ദുആ. റബ്ബി ജഅൽനി മുഖീമസ്സലാത്തി വമിൻ ദുർരിയ്യതി റബ്ബനാ വതഖബ്ബൽ ദുആ. രണ്ട് ഭാഗങ്ങളാണ് ഈ പ്രാർത്ഥനക്കുള്ളത്. രണ്ട് ഭാഗത്തും പടച്ചവനെ വിളിക്കുന്നുണ്ട്. പക്ഷെ ഇതുവരെ നമ്മൾ പഠിച്ച പ്രാർത്ഥനകളിൽ അല്ലാഹുമ്മ, അല്ലാഹുവേ എന്നായിരുന്നു അഭിസംബോധന ചെയ്തിരുന്നതെങ്കിൽ ഈ പ്രാർത്ഥനയിൽ അല്ലാഹുവിൻ്റെ മറ്റൊരു നാമമാണ് അല്ലാഹുവിനെ വിളിക്കാൻ ഉപയോഗപ്പെടുത്തിയിട്ടുള്ളത്. അത് നമ്മൾക്ക് ഏറ്റവും പരിചിതമായ അള്ളാഹുവിൻ്റെ നാമമാണ്. റബ്ബ് എന്ന അള്ളാഹുവിൻ്റെ നാമമാണ്. അതിൽ ആദ്യ ഭാഗത്തുള്ളത് റബ്ബി എന്നാണ്. റബ്ബി എന്ന് പറഞ്ഞാൽ റബ്ബി എന്ന അതിൻ്റെ ഉദ്ദേശം എൻ്റെ റബ്ബേ എന്നാണ്. എൻ്റെ റബ്ബേ എന്ന് വിളിച്ചിട്ടാണ്. കുറച്ചുകൂടെ മാനസികമായി അടുപ്പമുണ്ടാകുമ്പോഴാണ് അങ്ങനെ അള്ളാഹുവിനെ അഭിസംബോധന ചെയ്യുക. നമ്മെ സൃഷ്ടിച്ച് നമ്മൾക്ക് വേണ്ടതെല്ലാം ഒരുക്കി തന്ന് നമ്മൾ അങ്ങേയറ്റം സ്നേഹിച്ച് നമ്മൾക്കുണ്ടാകുന്ന പ്രയാസങ്ങളിലൊക്കെ നമ്മളുടെ കൂടെ നിന്ന് അതിനെ നീക്കിത്തന്ന് നമ്മൾക്ക് എന്ത് തെറ്റ് ചെയ്തു പോയാലും അങ്ങേയറ്റം പൊറുക്കാൻ തയ്യാറായി നിൽക്കുന്ന നമ്മുടെ റബ്ബിനെ വിളിച്ചുകൊണ്ടാണ് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമ പ്രാർത്ഥിക്കുന്നത്. റബ്ബി, എൻ്റെ റബ്ബേ. ആവശ്യം ഇതാണ്: ഇജ്അൽനി, എന്നെ നീ ആക്കേണമേ എന്ന. ജഅല എന്ന് പറഞ്ഞാൽ ആക്കി എന്നാണ്. അതിന്റെ കൽപ്പനക്രിയയാണ് ഇജ്അൽ. പക്ഷെ നമ്മൾ ചേർത്ത് പറയുമ്പം ഇജ്അൽ എന്ന പദത്തിലെ ഈ ഉച്ചരിക്കൂല, അത് സൈലന്റ് ആവും. അപ്പൊ എന്ത് പറഞ്ഞാൽ മതി? റബ്ബി ജഅൽ, റബ്ബി ജഅൽ നീ. നീ എന്നത് അതിനോട് ചേർന്ന് വന്നതാ, എന്നെ എന്ന അർത്ഥം. റബ്ബി ജഅൽനി, എൻ്റെ റബ്ബേ എന്നെ നീ ആക്കേണമേ. എന്താക്കേണ്ടത്? മുഖീമസ്സലാത്ത്. അസ്സലാഹ്, നമസ്കാരം. മുഖീമുസ്സലാത്ത് എന്ന് പറഞ്ഞാൽ നമസ്കാരം മുറ പോലെ നിർവഹിക്കുന്നവൻ എന്ന് നമ്മൾക്ക് അർത്ഥം പറയാം. നമസ്കാരം എങ്ങനെയാണോ നിലനിർത്തേണ്ടത് അതങ്ങനെ നിലനിർത്തുക എന്നതാ ഇഖാമത്തുസ്സലാത്ത് എന്ന് പറഞ്ഞാൽ. കേവലം അതങ്ങ് നിർവഹിച്ചു തീർക്കലല്ല, അത് അതിൻ്റെ കൃത്യമായ സമയത്ത് ജമാഅത്തായി അതിൽ ഉൾക്കൊള്ളേണ്ട ഖുശൂ ഒക്കെ ഉൾക്കൊള്ളിച്ച് ഒന്നും വിടാതെ കൃത്യമായിട്ട്, അതെല്ലാം ഒരുപാട് സംഗതികൾ ഉൾക്കൊള്ളുന്നതാണ് ഈ ഇഖാമത്തുസ്സലാത്ത് എന്നാൽ. അങ്ങനെ കൃത്യമായിട്ടത് മുറ പോലെ നിർവഹിക്കുന്നവൻ എന്നാണ് മുഖീമുസ്സലാത്ത് എന്ന് പറഞ്ഞാൽ. അതിൽ ഇന്ന ആക്കണേന്നാ പടച്ചവനോട് പറയുന്നത്. അത് വല്ലാത്തൊരു സംഗതിയാണ്. അത് നേടാൻ നമ്മൾക്ക് കഴിഞ്ഞാൽ നിസ്സംശയം ഐഹിക ജീവിതത്തിലും പാരത്രിക ലോകത്തും
നമ്മൾക്ക് പ്രതീക്ഷിക്കാത്ത വിജയവും മനസ്സമാധാനവും സന്തോഷവും ഒക്കെ ഉണ്ടാകും. അത് ഫലാഹിന്റെ വഴിയാണ്, അത് വിജയത്തിന്റെ വഴിയാണ്. നിസ്കാരത്തിലേക്ക് വിളിക്കുമ്പോൾ തന്നെ അങ്ങനെയാ വിളിക്കാറുള്ളത്. നിങ്ങൾ നിസ്കാരത്തിലേക്ക് വരി, ഹയ്യ അല സ്വലാ, ഹയ്യ അലൽ ഫലാഹ്. മനുഷ്യന്റെ ജീവിതത്തിന് ഒരു ക്രമം നൽകുന്നതാണ്, മനുഷ്യന്റെ ജീവിതത്തിന് ഒരു സമാധാനവും കരുത്തും നൽകുന്നതാണ്, മനുഷ്യന്റെ ജീവിതം വിജയകരമാക്കി തീർക്കുന്നതാണ് ഇഖാമത്തു സ്വലാത്ത് എന്ന് പറയുന്നത്. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമ പ്രാർത്ഥിക്കുന്നത് അതാ, പടച്ചവനെ മുഖീമുസ്വലാത്താക്കി മാറ്റണമേ എന്നെ എന്ന്. റബ്ബി ജഅൽനി മുഖീമസ്വലാത്തി, എന്നെ മാത്രമല്ല വമിൻ ദുർരിയതി, ദുർരിയത്ത് എന്ന് പറഞ്ഞ സന്താനങ്ങളുടെ സന്തതികൾ, വമിൻ ദുർരിയതി എന്റെ സന്തതികളിൽപ്പെട്ടവരെയും എന്നെയും എന്റെ മക്കളെയും അങ്ങനെയാക്കണേന. മക്കളുടെ വിഷയത്തിൽ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമ എത്രത്തോളം ശ്രദ്ധ പുലർത്തിയിരുന്നു എന്നത് ഒരുപാട് കാലം പടച്ചവരോട് പ്രാർത്ഥിച്ച് പടച്ചവൻ മക്കളെ കൊടുത്തു വാർദ്ധക്യത്തിൽ. എന്നാൽ അങ്ങനെ പ്രാർത്ഥിച്ച് കിട്ടിയ മക്കളോട് നിർവഹിക്കേണ്ട ഉത്തരവാദിത്തത്തിൽ ഒരു വീഴ്ചയും ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമ വരുത്തിയിട്ടില്ല എന്നതാണ് വസ്തുത. ഈ പ്രാർത്ഥന വരുന്നത് തന്നെ പടച്ചവൻ തനിക്ക് മക്കളെ തന്നതിന് പടച്ചവനോട് സ്തുതി പറഞ്ഞതിന് ശേഷമാണ്. അങ്ങനെ സ്തുതി പറഞ്ഞിട്ട് എൻ്റെ റബ്ബ് പ്രാർത്ഥന കേൾക്കുന്നവനാണ് എന്ന് പറഞ്ഞതിന് ശേഷമാണ് ഈ പ്രാർത്ഥന സൂറത്ത് ഇബ്രാഹിമിൽ വന്നിട്ടുള്ളത്. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ പടച്ചവനോടുള്ള നന്ദി പ്രകടനവും മക്കളെ തന്നതിനുള്ള സ്തുതി പറയുന്നതും എൻ്റെ റബ്ബ് പ്രാർത്ഥന കേൾക്കുന്നവനാണ് എന്ന ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ സംസാരവും പറഞ്ഞതിന് ശേഷമാണ് 40-ാമത്തെ ആയത്തിൽ ഈ പ്രാർത്ഥന അള്ളാഹു എടുത്ത് പറഞ്ഞിട്ടുള്ളത്. റബ്ബി ജഅൽനി മുഖീമസ്സലാത്തി വമിൻ ദുർരിയതി. പഠിക്കാൻ വളരെ എളുപ്പമാണ്. റബ്ബി ജഅൽനി, റബ്ബേ എന്നെ നീ ആക്കണമേ, മുഖീമസ്സലാത്തി നമസ്കാരം പോലെ നിർവഹിക്കുന്നവൻ, വമിൻ ദുർരിയതി എൻ്റെ സന്തതികളിൽ നിന്നും, അല്ലെങ്കിൽ എൻ്റെ സന്തതികളിൽപ്പെട്ടവരെയും. പ്രാർത്ഥനയുടെ 2-ാമത്തെ ഭാഗം ഇങ്ങനെയാ, റബ്ബന. അവിടെ അഭിസംബോധന ചെയ്യുന്നത് മാറി, റബ്ബി എന്നല്ല, പിന്നെ എല്ലാവരെയും കൂടെ ചേർത്തിട്ടാ പറയുന്നത്. അതിന് മക്കളും അല്ലാത്തവരും ഒക്കെ ഉൾപ്പെടും. ഞങ്ങളുടെ റബ്ബെ എന്ന, റബ്ബി എന്നല്ല, എൻ്റെ റബ്ബെ എന്നല്ല, റബ്ബന ഞങ്ങളുടെ റബ്ബെ എന്ന. വ തഖബ്ബൽ, തഖബ്ബൽ നീ കബൂലാക്കണേ, നീ സ്വീകരിക്കണേ. ദുആഇ എന്നിട്ട് പറയുന്നത് എല്ലാവരെയും കൂടെ ചേർത്ത് വെച്ച് റബ്ബിനെ വിളിച്ചിട്ട് പറയുന്നത് എന്ന് പറഞ്ഞാൽ എല്ലാവരെയും കൂടെ ഉൾക്കൊള്ളിച്ചു കൊണ്ടാണ് റബ്ബിനെ അഭിസംബോധന ചെയ്യുന്നത്. റബ്ബി എന്നല്ല, റബ്ബനാണ്. എന്നിട്ട് പറയുന്നതോ തഖബ്ബൽ സ്വീകരിക്കണമേ. എന്ത് സ്വീകരിക്കണമേ? ദുആഇ എൻ്റെ പ്രാർത്ഥന എന്ന് പറയുന്നത്. ദുആഇ എന്നാണ് ശരിക്ക്, പക്ഷേ ദുആ എന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ അവിടെ നിർത്തുക. ദുആ. അവിടെ നിങ്ങൾക്ക് നോക്കിയാൽ അറിയാം, ഹംസക്ക് കെസറിട്ടിട്ടുണ്ടാവും, ഇ എന്ന് എഴുതിയിട്ടുണ്ടാവും. പക്ഷേ നമ്മൾ വഖഫ് ചെയ്യുമ്പോൾ ദുആ, റബ്ബന വ തഖബ്ബൽ ദുആ. പക്ഷേ അത് ദുആഇ എന്നാണ്, എൻ്റെ പ്രാർത്ഥന എന്നാണ്. എൻ്റെ പ്രാർത്ഥന സ്വീകരിക്കണേ, എൻ്റെ പ്രാർത്ഥന സ്വീകരിക്കണേ. റബ്ബന ഞങ്ങളുടെ റബ്ബെ, വ തഖബ്ബൽ ദുആ എൻ്റെ പ്രാർത്ഥന സ്വീകരിക്കണേ. ഏറെ ശ്രദ്ധേയമായ ഒരു ദുആയാണ്. നമ്മളിത് പഠിച്ച് മനസ്സറിഞ്ഞ് ചൊല്ലേണ്ട ഒരു ദുആയാണ്. ഒന്നുകൂടെ നമ്മൾക്ക് ചൊല്ലി നോക്കാം. റബ്ബി ജഅൽനി മുഖീമസ്സലാത്തി വമിൻ ദുർരിയതി റബ്ബന വ തഖബ്ബൽ ദുആ. പടച്ചവൻ സ്വീകരിക്കുമാറാവട്ടെ. പടച്ചവൻ ആത്മാർത്ഥമായിട്ട് നമ്മളുടെ ആവശ്യങ്ങളെ പടച്ച തമ്പുരാന്റെ മുന്നിൽ സമർപ്പിക്കുവാനും അവ നേടിയെടുക്കുവാനുമുള്ള തൗഫീഖ് നമ്മൾക്കൊക്കെ പ്രദാനം ചെയ്യുമാറാവട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.